ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് ഞാൻ വരാൻ പോവാണ്. പുതിയ റെസിപ്പി പുതിയതൊന്നല്ല, അതായത് ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാമ്പാറിൻ്റെ അരപ്പ്, അതായത് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സാമ്പാറിൻ്റെ അതിൻ്റെ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അരപ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ആ റെസിപ്പി ഞാൻ എൻ്റെ പുതിയ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പം ഇന്ന് ആ ഒരു റെസിപ്പീൻ്റെ വ്ളോഗായിരിക്കും. അതായത് ഒരു തേങ്ങ 2 പീസാണല്ലോ, അപ്പോൾ അതുപോലെ 3 തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ആ തേങ്ങയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് അതിനുള്ള ചേരുവകളാണ്, അതായത് ജീരകം, ഉലുവ, നമ്മൾ കറി വെക്കുന്ന പരിപ്പാണ് കേട്ടോ. അത് കുറച്ച് മതി, കൂടുതലൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് എടുത്താൽ മതി. പിന്നെ ഉഴുന്ന് പരിപ്പ്, ചുവന്ന മുളക്, കരിവേപ്പില, കടുക്, പിന്നെ വെളുത്തുള്ളി. ഇനി പൊട്ടുകടല അത് ഓപ്ഷനാണ്, വേണ്ടവർക്ക് എടുക്കുക, വേണ്ടവർക്ക് എടുക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ്. അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് മറ്റേ ചെറുപയർ പരിപ്പും യൂസ് ചെയ്യാം. അങ്ങനത്തെ കുറേ പരിപ്പ് സാധനങ്ങൾ, അതായത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് വറക്കാൻ എടുക്കുന്ന ഇതുള്ളത്. പിന്നെ ഞാൻ ഇതിൽ കായൊന്നും ഇടൂല. കായൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്താ വെച്ചാൽ കായ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കേട്ടെടുത്തോളം പൂപ്പ് പിടിക്കുമെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല. പക്ഷേ ഇതാണ് ഞാൻ എൻ്റെ ഒരു സാമ്പാർ റെസിപ്പിയിലേക്ക് ഞാൻ എടുക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാൻ ബാക്കി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ എടുത്ത ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മളെ തേങ്ങയിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉരുളി എടുക്കുക, എന്നിട്ട് അത് അടുപ്പത്തേക്ക് വെക്കുക. ഇനി അതിലേക്ക് ഒരു 500 വെളിച്ചെണ്ണ എടുക്കുക. 500 വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ആവശ്യം വരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ വറക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തുനിന്ന് വെളിച്ചെണ്ണ വരും, എന്തായാലും വരും, വെളിച്ചെണ്ണ കിട്ടും. അപ്പം അതിലൊരു 50% ഉണ്ടാവും, ഒരു 50% നമ്മളും എടുക്കുക. അപ്പോൾ എന്തായാലും ഒരു 500 പാക്ക് നമ്മൾ വെക്കണം, അല്ലാതെ നമുക്ക് പിന്നെ ചിലപ്പം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാനിതാ ഉരുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇതിലേക്ക് ഇടാൻ പോകും. ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാക്കിയിട്ട് എനിക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ കറണ്ടും പോയി. അത് സ്ഥിരമാണ് ഇവിടെ. ഒരു മഴ തുള്ളി ഒന്ന് ലൈനിൻ്റെ മുകളിൽ വീണാൽ കറണ്ട് അങ്ങോട്ട് പോകും. അപ്പം ഇന്ന് രാവിലെ തന്നെ 8:30 ആകുമ്പോഴാണ് കറണ്ട് പോയിട്ട് ഞാൻ അവരെങ്ങനെ വിളിച്ചുകൊണ്ട് ഇരുന്നിട്ടാണ് ഇപ്പോൾ കറണ്ട് വന്നു. അതേ സ്പീഡിൽ കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞല്ലോ 500 ആവശ്യമില്ല, 500-നെക്കാട്ടും കുറവിൽ എടുത്താൽ മതി. ബാക്കി നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറക്കുന്ന അനുസരിച്ച് അതിന് ഇതിൻ്റെ ഇത് കുറയുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ച് ഇതാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ 500 എടുത്തിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ 1 ലിറ്ററിനാണ്, പക്ഷേ ഞാൻ 500 എടുത്തിട്ടില്ല. 500-നെക്കാട്ടും കുറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് എടുക്കാം. നല്ല ചൂടാണ്. ഈ ചൂടത്ത് ഞാൻ ഫാനിടാതെ നിൽക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഓൾറെഡി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായതുകൊണ്ട് ഞാൻ ഈ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഞാൻ ഇടുകയാണ് ചെയ്യുന്നത്. തേങ്ങ ഇതെല്ലാം ഞാൻ ഇതിനകത്ത്. ഇനിയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്, വറക്കാൻ. അപ്പോൾ നമ്മൾ വറക്കാൻ തുടങ്ങണം. അപ്പോൾ വറക്കുന്നതിന് ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. എന്ത് വേണം എടുക്കാം, അതൊന്നും വിഷയമില്ല, ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 3 തേങ്ങ എന്ന് പറയുമ്പം നല്ലൊരു എമൗണ്ടിൽ തേങ്ങ ഉണ്ടാവും വറക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ നല്ലൊരു വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നന്നാവുക. വറക്കുന്ന ഉരുളി പോലത്തെ പാത്രങ്ങളായിരിക്കും കുറച്ചും കൂടി സേഫ്. എന്താ വെച്ചാൽ ഇത് പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെല്ലനെ ഇത് കുറച്ച് ടൈം എടുക്കും, നല്ലോണം ടൈം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഈവനിങ് എല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ഇത് ചെയ്താൽ മതി. എന്നുവെച്ചാൽ നല്ലൊരു ടൈം എടുക്കുന്ന സംഭവം തന്നെയാണ്. എന്നുവെച്ചാൽ വറുത്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ്
അപ്പം ഞാനിപ്പം ഇതിൽ സിമ്മിലിട്ടതാണ്. പക്ഷേ സിമ്മിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് സിമ്മിലിടേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ കളറ് വരുന്നത് കേട്ടോ ആണ് ആക്ച്വലി. ഞാനിത് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ കളറ് ചേഞ്ചസ് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പോൾ എന്താ ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് മിക്സി വരെ മിക്സിൻ്റെ ജാറ് വരെ അതിലൊരു ബിറ്റ് വെള്ളം പോലും ഉണ്ടാവരുത്. അതിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെയാണ് നമ്മളത് ചെയ്യേണ്ടത്. സൗണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു തുള്ളി ജാറ് യൂസ് ചെയ്യാൻ വെച്ചാൽ അതിലൊരു തുള്ളി വെള്ളം പോലും പാടില്ല. ആ ജാറ് കഴുകി നല്ല തുടച്ച് അതിൽ നമ്മളെ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ലിക്വിഡാണ് അതിൽ ഇട്ട് അരപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ആ വെളിച്ചെണ്ണേൻ്റെ അകത്ത് ഒരു ഈവൻ ആ ജാറ് പോലും നമ്മൾ ഇപ്പം ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് ഇത് ഇടുന്ന സമയത്ത് ആ ജാറിൽ പോലും നമുക്ക് ഒരു തുള്ളി വെള്ളം പാടില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഫംഗസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജാറ് നല്ലോണം കഴുകി തുടച്ച് ഉണക്കിയ രീതിയിലായിരിക്കണം. നമ്മളെ പിന്നെ കണ്ടെയ്നർ വരെ നമ്മളതും നല്ലോണം തുടച്ച് ഉണങ്ങിയ രീതിയിലായിരിക്കണം. എന്നിട്ട് വേണം അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കത് അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഒരു കാണിച്ചിട്ട് ഇതിപ്പോൾ തണുക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇതോടൊക്കെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണിത്. ആക്ച്വലി വലിയൊരു വീഡിയോ ഒന്നുമല്ല. അതായത് ഇത് ഞാൻ എൻ്റെ ഒരു റെസിപ്പി ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കും അത് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഇനി ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക്, വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന ആൾക്കാർ, ഈവൻ നമ്മളെ മക്കളൊക്കെ ദൂരോട്ട്. ഞാൻ എൻ്റെ മകന് കുറേ, അതായത് ഒരു 4-5 വർഷമായിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറാണ്. അവന് എന്താ വെച്ചാൽ അവർ രണ്ടാളും വർക്കിംഗ് ആയതുകൊണ്ട് ഇപ്പോഴും ഞാനത് അങ്ങനെ തന്നെയാണ് അവർ ഒന്നുകിൽ ഞാൻ അവിടെ പോയി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് രാവിലെ ഫുൾ ബിസിയാണ് അവർ, അതായത് ഫുൾ വർക്ക് ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് രാവിലെ തന്നെ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു വലിയൊരു എളുപ്പമുള്ള. ഇതേപോലെ തന്നെ നമുക്ക് നമ്മളെ ചിക്കൻ കറിക്കും മസാല കറിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അരപ്പ് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതായത് ഇതിൽ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് തേങ്ങ മെയിനാണ്, തേങ്ങയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള. അപ്പോൾ ആ തേങ്ങേനെ കൂടെ തന്നെ നമ്മൾ ഇതേപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ വറുത്ത് ഇതേ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് അതും യൂസ് ചെയ്യാം. അതായത് മസാല കറികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു പീസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അത് മസാല കറി. ഇനി ചിക്കൻ കറിക്കാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. നാടൻ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് വരും, അതും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയൊരു ഒരു വ്ളോഗായിട്ട് ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റേത് കൂടി ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പോരാ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം കുറേ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മറന്നുപോയി റെസിപ്പിയൊക്കെ. അപ്പം ഞാൻ അതും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അവിടെ കിടക്കട്ടെ, എന്തായാലും ഒരു വീഡിയോ അല്ലേ, അത് അവിടെ തന്നെ യൂട്യൂബ് ചാനൽ അവൻ നിൽക്കട്ടെ. അപ്പം എപ്പോഴെങ്കിലും എനിക്കൊന്ന് തിരിച്ചു നോക്കാമല്ലോ. അപ്പോൾ അതും കൂടിയാണ് ഞാൻ ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തതും എൻ്റെ റെസിപ്പീസൊക്കെ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് മറന്നു പോകാതിരിക്കാൻ കൂടിയാണ് ഞാൻ ഈ റെസിപ്പി ഇതിലിടുന്നത്. ഇനി ഇതിനെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഗുണം കിട്ടട്ടെ എന്നും കൂടി വിചാരിക്കുക. എന്താ വെച്ചാൽ ഞാൻ എൻ്റേത് മാത്രം ഞാനായിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമല്ലോ. നമ്മൾ ഷെയർ ചെയ്ത ആളാണല്ലോ, മേ ബി ചിലപ്പം എൻ്റെ ടേസ്റ്റ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ അതും ഞാൻ ആലോചിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹാവ് എ ഗുഡ് ഡേ. Take care.